കുറച്ച് കയറിയിരിക്കാം അങ്ങോട്ട് വെച്ചോ. നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രോബ്ലം കാരണമാണ് നമ്മുടെ പ്രോഗ്രാമിന് ഇത്തിരി ഡിലേ വന്നത്. അതുകൊണ്ട് എല്ലാവരോടും ദൈവനാമത്തിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം പുനരാരംഭിക്കുകയാണ്. ചില ഗാനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മെ സ്വാധീനിച്ച ദൈവത്തിൻ്റെ സ്നേഹം പല ഭക്തന്മാരും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ യേശു എപ്പോഴും നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു പോയത്. അവർക്കൊരിക്കലും അവരുടെ ജീവിതത്തിൽ നിരാശ തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം യേശുവിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് അവരുടെ ജീവിതത്തിൽ അവർ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കളായ നമുക്ക് എത്രമാത്രം യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിലും യേശു നല്ലവനാണെന്ന് പറയാൻ പറ്റുന്നു എന്ന് നമുക്ക് പല സാഹചര്യത്തിലും അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പല സമയങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലും പല ഗാനങ്ങളും നമ്മെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി സ്വാധീനിച്ച ചില ഗാനങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവത്തോടുള്ള യാചന എന്ന് പറയുന്നത് പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ളതാണ്. ഈ സകലചരാചരത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഏതൊരു മനുഷ്യനും കടന്നു വരുന്നത് അവൻ്റെതായ ഒരു വ്യക്തിത്വത്തോടുകൂടി ഒരിക്കലും കടന്നു വരാൻ സാധിക്കില്ല. കാരണം സർവശക്തനായ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ എപ്പോഴും ആ വലിയവനായ ദൈവത്തിന്റെ മുൻപിൽ നാം കടന്നു വരുമ്പോൾ ഏറ്റവും വിധേയത്തോടുകൂടി, വിനയത്തോടുകൂടി ഒക്കെയാണ് നമ്മൾ കടന്നു ചെല്ലാറുള്ളത്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ, നമ്മെ സകലതും മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മുടെ പാട്ടുകളുടെയും എല്ലാം ഭാവം തന്നെ മാറിപ്പോകും. അങ്ങനെയുള്ള ചില ഗാനങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നോടുകൂടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തബല പ്ലേ ചെയ്യുന്നത് വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ദൈവപൈതലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ബ്രദർ ജിത്തു ഉമ്മൻ, നിങ്ങൾ എല്ലാം ഒത്തിരി ചാനലിലൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹമാണ്. വലിയ വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ അദ്ദേഹം പ്ലേ ചെയ്യുകയും അങ്ങനെയുള്ള വലിയൊരു ആർട്ടിസ്റ്റാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കൊരുമിച്ച് ഇങ്ങനെ ചില ഗാനങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പാടുവാൻ ഒത്തിരി സന്തോഷമുണ്ട്. അതിനുവേണ്ടി BS ഗോസ്പൽ മീഡിയ ഒരുക്കിയ ഈ നല്ല ഒരു അവസരത്തിനായി അവർക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, ഇപ്പോൾ ബോംബെയിലുള്ള ബ്രദർ സജി സാമുവൽ, അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം, അതുപോലെ ദയവായി പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. ഈ ഗാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നൊരു ഗാനമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് ഇവിടെ അവതരിപ്പിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. നീ എനിക്കല്ലാതെ, താരനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. താരനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. സ്വന്ത കുമാരനെ ആദരിയാതെന്നെ, സ്വന്ത കുമാരനെ ആദരിയാതെന്നെ, സിംഹസമം കനിഞ്ഞ സംപ്രീതിയോ തന്തികെ ചേർന്നിടുന്നേ, സംപ്രീതിയോ തന്തികെ ചേർന്നിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ.
യാചന നൽകുമെൻ യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ. ഇങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായി രുചിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും നമുക്ക് മതി വരില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ യേശു ഇല്ലാതെ നാം നടന്ന ജീവിതവും യേശുവിനോടൊത്തുള്ള ജീവിതവും ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹത്തിന് ഇത്ര മാധുര്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരിക്കലും ഒരു കെട്ടുകഥയല്ല. പല ആളുകൾ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കാറുണ്ട്, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതോടുകൂടി എല്ലാം തീരുന്നതാണ്, അപ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കുക. പക്ഷേ നാം ജീവിച്ചു തീർക്കുന്ന ഓരോ സമയത്തിനും ഓരോ നിമിഷത്തിനും നാം കൃത്യമായി ഇതിന് കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് കേവലം ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നേക്കുമായി മൺമറഞ്ഞു പോകുന്നതല്ല. സൃഷ്ടിതാവാം ദൈവത്തിന് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ആദ്യം മുതലേ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും നമ്മെ ആ സ്നേഹത്തിലൂടെ വീണ്ടെടുത്തതും. അത് പക്ഷേ മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതിലപ്പുറമായിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു സംഗതിയാണ്, ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. അത് നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ലോകത്തിലെ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൻ്റെ ചിന്തകൾ കൊണ്ടോ അതിനകത്ത് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നിസ്സാര കാര്യം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രം. അതേ പ്രിയമുള്ളവരെ, ഇപ്പം ഈ ലൈവ് പ്രോഗ്രാം കേൾക്കുന്ന ഒരുപക്ഷെ ഒരാളെങ്കിലും ചിന്തിക്കും, ഇതൊക്കെ വെറുതെ അല്ലേ. വാസ്തവത്തിൽ യഥാർത്ഥ സത്യത്തെ മനുഷ്യബുദ്ധിക്കോ മനുഷ്യൻ്റെ ചിന്തകൾക്കോ യുക്തിക്കോ ശാസ്ത്രത്തിനോ ഒന്നും എത്ര ചിന്തിച്ചാലും പിടികിട്ടാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതും, ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും വലുതെന്ന് തോന്നുന്ന എല്ലാ സത്യങ്ങളും നമുക്ക് വിശ്വാസത്താൽ അംഗീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ദൈവം എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ആ ദൈവസ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് നാം അതുവരെ ജീവിച്ച ജീവിതവും യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയത് മുതലുള്ള ജീവിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു ഭക്തൻ എഴുതിയ ഗാനമാണ് അടുത്തതായിട്ട് ഞാൻ പാടാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനമാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞ്, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്ക് ദൈവമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യസ്നേഹിതരില്ല. സത്യമാണ്, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ നൈമിഷിക സുഖത്തിന് വേണ്ടി നാം പോയിട്ടുള്ള വഴികൾ ചിലപ്പോൾ ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ
ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനപ്പെടുത്തുന്നതോ ആയിട്ടുള്ള വഴികളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ ഒരു ഭക്തൻ പറയുകയാണ്, ലോകത്തിൻ്റെ മോഹങ്ങൾ കൊണ്ട് ഞാൻ വിരഞ്ഞോടി, ദൈവികമായ സ്വർഗീയ ഭാഗ്യങ്ങൾ വെടിഞ്ഞ് ഞാൻ പോയി. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്ക് ദീപമില്ല, സ്വർഗീയ സന്തോഷമില്ല, നിത്യസ്നേഹിതരില്ല. ഇത് തിരിച്ചറിവ് വന്നത് യഥാർത്ഥമായ ഒരു സ്വർഗീയ സന്തോഷമുണ്ട് എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴാണ്. അതിനു മുൻപ് നടന്ന തൻ്റെ ജീവിതം പ്രകാശമില്ലാതെ പാപിയായി ജീവിച്ച വഴിയിൽ ഒരു സന്തോഷവുമില്ലാതെ ജീവിച്ച ജീവിതശൈലിയാണെന്ന് മനസ്സിലാക്കിയത്. ഭക്തൻ പാടുന്ന അടുത്ത ഒരു ചരണം ഇങ്ങനെയാണ്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ചരണം തന്നെയാണ്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വൻ നരകമതിൽ, തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ, നിൻ ആത്മശക്തിയാലെ നിത്യം നടത്തേണമേ. വാസ്തവത്തിൽ ഇതൊരു വലിയൊരു പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കുന്നതിന് മുൻപ് നാം മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്രയോ വലിയ നരകത്തിൽ നാം പോയി വീഴുമായിരുന്നു. ഒരുപക്ഷെ ഭാഗ്യവശാൽ നാം മരിക്കാതിരുന്നത് ഈ ദൈവസ്നേഹത്തെ കാണുവാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അനുഭവിച്ചൊരു ഭക്തനാണ് പറയുന്നത്, ഞാൻ അന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ വലിയ നരകത്തിൽ പോകുമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ആ യേശുവിൻ്റെ സ്നേഹത്തെ എനിക്കറിയാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മരിക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ മരിക്കാതെ ഇതുവരെയും നിലനിർത്തിയത് ഈ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഒരവസരം എനിക്ക് ദൈവം നൽകിയതാണ്. ഇത് ഓർത്ത ഭക്തൻ സന്തോഷത്തോടെ നന്ദിയോടെ എഴുതിയൊരു ഗാനമാണ് ഈ ഗാനം. ഈ ഗാനം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ കേൾക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ പാടാവുന്നതാണ്. ഒരുമിച്ച് നമുക്ക് പാടാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഉൾക്കൊള്ളാം. ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഗാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഒരു ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഗാനത്തിലേക്ക് കിടക്കുന്നു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു നിറഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു നിറഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വേടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ടു വീരനോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരനോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു.
ദൈവമേ ഞാൻ ചെന്നേ മണ്ണാരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ മണ്ണാരകമതിൽ. തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മ ശക്തിയാലേ നിത്യം നടത്തേണമേ, നിന്നാത്മശക്തിയാലേ നിത്യം നടത്തേണമേ. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ടു ദൈവനോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരനോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിൽ ആക്കിയല്ലോ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിൽ ആക്കിയല്ലോ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു നിറഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഈ ചരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മനുഷ്യനും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാണ് എന്നെ ആക്കിയത്. വാസ്തവത്തിൽ അതാണ്. ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിന്റെ സ്നേഹത്തെ എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്? ഇപ്പൊ ഞാൻ കടിച്ച അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അത് കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യനും ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണം അദ്ദേഹം കഴിച്ചു നോക്കണം. എന്ന് പറയുന്ന പോലെ യേശുവിന്റെ സ്നേഹത്തിന്റെ രുചി മനസ്സിലാക്കണമെങ്കിൽ യേശുവിന്റെ സ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരണം. അങ്ങനെ വന്ന ഒരു ഭക്തനാണ് ഇത് പറയുന്നത്. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാണ് അവിടുന്ന് എന്നെ ആക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരാതെ എന്നെ കാക്കണം എന്റെ പൊന്നുനാഥ. ഈ ലോകം വിട്ട് നിന്റെ മേലോകം ചേരുവോളം എന്നെ നീ കാക്കണം. എത്ര അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. ഈ ഒരു ചരണം നമുക്കൊന്നും കൂടി പാടാം. വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിൽ ആക്കിയല്ലോ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിൽ ആക്കിയല്ലോ നീ. എല്ലാവരും കൈയടിക്കാം കേട്ടോ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ടു
ചേർക്കും വന്നു വിളിച്ചിടുമ്പോൾ അങ്ങ് രസിച്ചിടും ഞാൻ വന്നു വിളിച്ചിടുമ്പോൾ അങ്ങ് രസിച്ചിടും ഞാൻ ഇന്നുള്ള കഷ്ടം മറന്നു ഞാൻ ഗാനം പാടും ഇന്നുള്ള കഷ്ടം മറന്നു ഞാൻ ഗാനം പാടും ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് ഇരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ തേടി ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് ഇരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ തേടി പാപിയായി ജീവിച്ചപ്പോൾ പാതയില്ല പാപിയായി ജീവിച്ചപ്പോൾ പാതയില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോകങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടി ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടി യേശുനായകൻ സമാധാനനായകൻ. വാസ്തവത്തിൽ ഇന്നത്തെ ഈ സംഗീത സന്ധ്യയിൽ ബ്രദർ ജിത്തുവിനെ കിട്ടിയത് ഒത്തിരി ഭാഗ്യമാണ്. എൻ്റെ ഗസൽ പ്രോഗ്രാമിനെല്ലാം അദ്ദേഹമാണ് തബല പ്ലേ ചെയ്യുന്നത്. വളരെ മനോഹരമായി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം. ദീർഘവർഷങ്ങൾ ദുബായിലായിരുന്നു. അവിടുന്ന് തബല വളരെ ചെറുപ്പത്തിൽ അഭ്യസിച്ച് വലിയ വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ, നമ്മൾ ഇന്നറിയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ ഗസൽ സിംഗേഴ്സിൻ്റെ കൂടെയെല്ലാം അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അല്ലേ, ഗുലാം അലി സാബിൻ്റെ കൂടെ ലോകപ്രശസ്തനായ ഗുലാം അലി സാബിൻ്റെ ഗസലിന് തബല പ്ലേ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമ്മളെപ്പോലെയുള്ള ചെറിയ ആളുകളുടെ മീറ്റിങ്ങിന് വന്ന് തബല പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളൊരു എന്താ പറയുന്നത്, ഒരു സഹോദര തുല്യമായി പരസ്പരം സ്നേഹബന്ധം പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ഈ നിമിഷം വരെയും ആ ഒരു സ്നേഹബന്ധത്തിൽ ആയിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം ഇദ്ദേഹം കടന്നു വരുന്നത്.
നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാം. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ്, അതിൻ്റെ നിലവാരം വളരെ മനോഹരമായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഗാനവും നമ്മുടെ ജീവിതത്തിൽ വളരെ ആശ്വാസം നൽകുന്നൊരു ഗാനം. എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും വളരെ പാടി ആശ്വസിച്ചിട്ടുള്ളൊരു ഗാനമാണ്. യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. ഇവിടെ പാട്ടുകാരൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: യേശു എൻ്റെ നായകനാണ്, സമാധാനത്തിൻ്റെ ദായകനാണ്. വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചെല്ലാം നമ്മൾ വിവരിച്ചാൽ നമുക്ക് ഈ സമയമൊന്നും പോരാ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയം, മീറ്റിംഗ് തീരേണ്ട സമയമായി, നമ്മൾ തുടങ്ങാൻ വൈകി. സാക്ഷാൽ ദൈവം ഒരു മനുഷ്യന് നൽകിത്തരുന്ന സമാധാനം പോലെ മറ്റൊന്നിലും മനുഷ്യന് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കില്ല. സമാധാനം കണ്ടെത്താൻ സാധിക്കും, പക്ഷെ അതൊന്നും യഥാർത്ഥ സമാധാനമായിരിക്കില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഒരു മനുഷ്യൻ വാസ്തവത്തിൽ യഥാർത്ഥമായി സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. ഈ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വലിയൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ദൈവമക്കൾ ആയിരിക്കും. അതിൻ്റെ കാരണം അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് സമാധാനത്തിൻ്റെ പാക്കേജ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവരായിട്ട് കണ്ടെത്തുന്നതൊന്നുമല്ല. അവരുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണത്. ഈ ഒരു ദൈവിക സ്നേഹത്തിലേക്കാണ് ദൈവം എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനം നമ്മളെല്ലാം അതിൻ്റെ പുറകെ പോയിട്ടുള്ളവരാണ്. ഇപ്പോഴും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, ഓരോരുത്തരുടെ ചിന്താഗതികൾക്കും സ്വാതന്ത്ര്യത്തിനും അത് വിടുന്നു. എന്നാൽ യഥാർത്ഥമായ നിലനിൽക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുവിൻ്റെ അടുത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സമാധാനം ലോകത്തൊന്നും നിൽക്കില്ല. നമ്മുടെ സമാധാനം കെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, കടഭാരങ്ങൾ വരുമ്പോൾ, മറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മെ കൈവിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിലെല്ലാം അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സമാധാനം അറ്റുപോകുന്നത്. പക്ഷേ ഇവിടെയാണ്, ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് യഥാർത്ഥ സമാധാനം അനുഭവിച്ച ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്: യേശു എൻ്റെ ഹൃദയത്തിൽ നൽകിത്തന്ന, അല്ലെങ്കിൽ യേശു എൻ്റെ ഉള്ളിൽ തന്ന ഈ സമാധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി എനിക്ക് തരണം ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. നമ്മളെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം, ദൈവം തന്ന സമാധാനം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മാറിപ്പോവുക എന്നുള്ളതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ദൈവിക സമാധാനവും ദൈവിക കരുതലും അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയും ദൈവം തരിക എന്നുള്ളതാണ് ദൈവിക സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥമായ യേശുവിൻ്റെ സമാധാനം. ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ ടി കെ ശമുവേൽ എന്ന ഭക്തനായ കവി, ദേവദാസൻ എഴുതിയ ഗാനമാണ്. പല വേദികളിൽ ഞാനിത് പാടിയിട്ടുണ്ട്. പക്ഷേ ഒരു പാട്ട് പാടുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഗാനത്തിൽ അടങ്ങിയിരിക്കുന്ന വരികളുടെ അർത്ഥം എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. നിന്റെ നിക്ഷേപം അവൻ എന്ന് കരുതാമെങ്കിൽ തീർച്ചയായും അവനിൽ നിനക്ക് അണയാം. ഇത്ര ശ്രേഷ്ഠനാ ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് നീ ആകുലപ്പെടുന്നത്? എന്തൊരു ചോദ്യമാണ്! ഇത്ര ശ്രേഷ്ഠനായ ഒരുവൻ, കാരണം ഞാൻ തന്നെയാണ് നിന്റെ നിക്ഷേപം. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് ദൈവം തന്നെ വിശേഷിപ്പിച്ച അബ്രഹാം എൻ്റെ സ്നേഹിതനാണെന്നാണ് ദൈവം പറഞ്ഞത്. ആ അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞതാണ്: ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് നിന്റെ നിക്ഷേപം, ഞാനാണ് നിന്റെ സമ്പത്ത്. അതുകൊണ്ട് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചെന്നാണ്. ലോകത്തിലുള്ള പല ആളുകളും ധനമാണ് ഒരു സൗഖ്യമാർഗമായി കരുതുന്നത്. ഈ ചരണം പറയുന്നത് എങ്ങനെയാണ്? പക്ഷേ അങ്ങനെ പോകുന്ന എല്ലാ മനുഷ്യർക്കും ഏറ്റവും ലാസ്റ്റ് വരുന്ന ശിക്ഷയ്ക്ക് ഒരു അറുതിയുമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനം
നിത്യമായ സുഖവും ദാനവും എല്ലാം നമുക്ക് നൽകും. അതുകൊണ്ട് എന്തിനാണ് നിന്റെ മനമേ, എൻ്റെ മനമേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? യേശു സമാധാനദായകനായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. തീർച്ചയായും ഈ ഗാനം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും ആനന്ദകരവും സമാധാനവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനം എന്തിനാകുലം കലരുന്നൻ മനം നായകൻ അവൻ ശക്തനാകയാ നിനക്കു ഭയമേ ലോകപോരിതിൽ അനുദിനം ജയമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും നിൻ മനമേ
സൗഖ്യമാർഗമായി കരുതി പോകുന്നവർക്കുള്ളതിനൊരറുതി ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകുന്നവർക്കുള്ളതിനൊരറുതി എന്നാൽ ക്രിസ്തുവിൻ സമാധാനം നിത്യമാം സുഖദാനം അരുളും എന്തിനാകുല കലരുമെൻ മനമേ എന്നാൽ ക്രിസ്തുവിൻ സമാധാനം നിത്യമാം സുഖദാനം അരുളും എന്തിനാകുലം കലരുമെൻ യേശുനായകൻ സമാധാനനായകൻ നിനക്കെന്നും മനമേ എന്തിനാകുലം കലരുമെൻ മനമേ ഹിംസനായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നയമേ ലോകപോരിതിൽ അനുദിനം ജയമേ യേശുനായകൻ സമാധാനനായകൻ നിനക്കെന്നും മനമേ എന്തിനാകുലം കലരുമെൻ മനമേ എന്തിനാകുലം കലരുമെൻ മനമേ എന്തിനാകുലം കലരുമെൻ മനമേ എന്തിനാകുലം കലരുമെൻ മനമേ ഈ ഗാനങ്ങളൊക്കെ എത്ര പാടിയാലും നമുക്ക് കൊതി തീരില്ല. കാരണം ഒരു പാട്ട് പാടുന്നു എന്നതിനേക്കാൾ ഉപരി ഈ ഗാനമെല്ലാം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു ഗാനമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. വളരെ സംഗീതാത്മകമായും കാവ്യാത്മകമായും എപ്പോഴും ഒരു എവർഗ്രീൻ സോങ് എന്ന് വേണമെങ്കിൽ മാത്രം പറയാവുന്ന ഒരു ഗാനങ്ങളിലൊന്ന്. സാധു കൊച്ചുഞ്ഞി ഉപദേശിയുടെ വരികൾ ഏത് സമയത്ത് പാടിയാലും നമ്മുടെ മനസ്സിനെ ഒന്ന് തൊടാതെ ഇരിക്കില്ല. ഈ ഗാനത്തിന്റെ പ്രത്യേകത കാരണം ഒന്നുമില്ലാത്തവനായി ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ട്. ഒന്നും വേണ്ട എന്ന് കരുതി, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളുണ്ട്. കാരണം അങ്ങനെ ഇറങ്ങുവാനുള്ള ധൈര്യം അവർ കാണിച്ചത് മറ്റൊന്നുമല്ല, യേശുവാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം മരണത്തിൽ നിന്ന് ഉയർത്ത് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവപുത്രന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഈ ഗാനം. യേശു എൻ്റെ സമ്പത്താണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് യേശു തന്നെയാണ് എന്ന് ഈ ഗാനവും വളരെ വ്യക്തമായി പറയുന്നു. അതിലെന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു ചരണമുണ്ട്. നല്ല ദാസൻ എന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും
മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. അതെ, നല്ല ദാസനും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് ദൈവം അവസാനം നമ്മെ വിളിക്കാൻ പോകുന്നത്. ആ വിളിയാണ് ഈ ഗാനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങളാണ് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത്. ക്രൂശിൽ മരിച്ച് ഈശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചത് സ്വർഗീയ നാട്ടിലെത്തിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവ്. നമ്മുടെ പാപം നീങ്ങി ശാപം മാറി ശത്രുവിൻ്റെ മേൽ മരണത്തിൻ്റെ മേൽ ജയമേകി വേഗം വരാമെന്ന് ഉരച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർത്ത് നമുക്ക് പ്രത്യാശ നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ഏറ്റവും എൻ്റെ സമ്പത്ത്. ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ കാര്യം അടുത്ത ചരണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ പേർക്കായി സർവ്വസമ്പത്തും യാഗമായി വെച്ചിട്ട് എന്നേക്കും തന്നിൽ പ്രേമമായി. സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നു. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. എത്ര വലിയ സ്നേഹമാണ്! അതുകൊണ്ട് ഈ ഗാനവും കൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനേരെന്നുയേറ്റവൻ വാനലോകമതിൽ ചെന്നു. ചാവിനേരെന്നുയേറ്റവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.
വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കേണം. പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കേണം. സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ അന്നദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ. ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയേറ്റവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വെന്നുയേറ്റവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം
യേശു മാത്രം സമ്പത്താകും. എന്റെ സമ്പത്തെന്നും ചൊല്ലുവാൻ വേറെയും യേശു മാത്രം സമ്പത്താകും. യേശു മാത്രം സമ്പത്താകും. യേശു മാത്രം സമ്പത്താകും. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുൻപിൽ ഈ ഗാനങ്ങളൊക്കെ പാടുവാൻ അവസരം ലഭിച്ചതിന്. മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിൽ നാം കൊടുക്കുന്ന സമയങ്ങൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഗാനത്തിലൂടെയും നമ്മുടെ അനുഭവത്തിലൂടെയും വാക്കുകളിലൂടെ എല്ലാം ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇത് വളരെ ആശ്വാസമായി തീരും. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകരാഷ്ട്രങ്ങൾ കൊണ്ടോ ലോകത്തിലെ ബുദ്ധിരാഷ്ട്ര ഒന്നും ഇതിനൊരു പരിഹാരം വരുത്തുവാൻ ഒരിക്കലും സാധിക്കില്ല. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം സത്യമായതുകൊണ്ട്. ആകാശം ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് സർവശക്തനായ ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം സത്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാക്കുകളും സത്യമാണ്. അത് നമുക്ക് പുസ്തക രൂപത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ കാരണം സാക്ഷാൽ ദൈവം ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു സമയം ആസന്നമായി. യഥാർത്ഥ ഭരണം എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാൻ രാജാധിരാജാവും കർത്താധി കർത്താവുമായ യേശു തമ്പുരാൻ കടന്നു വരുന്നതിൻ്റെ മുന്നോടി മാത്രമാണ് ഈ ലോക സംഭവങ്ങൾ ഓരോന്നും. അതുകൊണ്ട് ഒരു ദൈവവചനം വിമർശനങ്ങളില്ലാതെ പഠിക്കുന്ന ഏതൊരു പഠിതാവിനും, അല്ലെങ്കിൽ സത്യം അറിയുവാൻ അന്വേഷിക്കുന്ന ഏതൊരു സത്യാന്വേഷിക്കും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും അത് മിഥ്യയല്ല, യഥാർത്ഥ സത്യമാണെന്ന് തെളിയുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ ആരംഭം മുതൽ കൃത്യമായി ദൈവത്തിന്റെ കലണ്ടർ പ്രകാരമാണ് ഈ ഭൂമിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ സമയത്ത് എന്തൊക്കെ സംഭവിക്കണം, എങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മുൻകൂട്ടി തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരവും ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലുള്ള സകല ജനങ്ങളും ആശങ്കയോടെ ജീവിക്കുമ്പോൾ, ആശങ്കകളില്ലാതെ ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതൊരു ദൈവപൈതൽ മാത്രമായിരിക്കും. ഏതൊരു ദൈവപൈതലിനും ഈ ലോകത്തിൻ്റെ സംഭവങ്ങളെ കണ്ട് അവൻ ഒരിക്കലും പേടിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും എത്രയോ വലുതാണെന്ന് ഒരിക്കൽ കൂടി അവൻ്റെ ജീവിതാനുഭവത്തിലൂടെ അവൻ ഓർത്തെടുക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 2 മാസമായി നമുക്കറിയാം, ഒരു ബോംബും ഒരു തോക്കുമില്ലാതെ ലോകത്തിലുള്ള സകല മനുഷ്യരും വീടിനകത്ത് കഴിയുകയായിരുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും ചെറുതെന്ന് മൈക്രോസ്കോപ്പിലൂടെ മാത്രമല്ലാതെ കാണാൻ സാധിക്കാത്ത ഏറ്റവും ചെറുജീവി, അതുമൂലം ലോകത്തിലെ സകല ആളുകളും പുറത്തിറങ്ങാതെ ഇപ്പോഴും ഭീതിയിൽ കഴിയുകയാണ്. അപ്പോഴും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നുള്ളത് ഇത്ര വാസ്തവമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ദൈവദാസനാണത്, അദ്ദേഹം പറഞ്ഞ ഒരു കഥ, കഥയല്ല, ഈ കൊറോണ സമയത്ത് നടന്ന ഒരു സംഭവം എന്നോട് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച്. കാനഡയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചു. പക്ഷേ കോവിഡ് ആണെന്നറിയില്ല, അതിൻ്റെ ആരംഭഘട്ടമായിരുന്നു. ചെറിയ സംശയം തോന്നി, ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചു, വീട്ടിൽ വന്നു. ഓക്കെ, അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത്
ഒരു ദിവസം അദ്ദേഹം മാത്രം കഴിയുന്ന റൂമിൽ ഭാര്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മാത്രം റൂമിൻ്റെ വാതിൽക്കൽ ചെല്ലും, ഭക്ഷണം കൊടുക്കും, തിരിച്ചു വരും. അടുത്ത ദിവസം നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനക്കമില്ലാതെ ഭാര്യ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വളരെ BP ഹൈ ആയി വളരെ മരണാസന്ന നിലയിൽ ബോധം കെട്ട് അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ നിന്ന് താഴെ വീഴുകയാണ്. അപ്പോൾ ചെറിയ ഒരു ലക്ഷണം കാണിച്ചു. ഡോക്ടർ ഒരു സംശയം പറഞ്ഞു, ഇത് കോവിഡ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ആരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സ്ത്രീ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹത്തെ അടുത്ത് ചെന്നു. പെട്ടെന്ന് ആംബുലൻസ് വരുത്തി കുട്ടികളെല്ലാം ഓടിച്ചെന്നു. 13 വയസ്സുള്ള ഒരു പെൺകൊച്ചും ഒരു 3 വയസ്സുള്ള ഒരു കൊച്ചും കുട്ടികളുമുണ്ട് അദ്ദേഹത്തിന്. ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇടപഴകി അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു. ഏകദേശം 10-24 ദിവസത്തോളം അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. രോഗം ഭേദമായി വീട്ടിൽ വന്നു. ഇതിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹത്തെ ശുശ്രൂഷിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും തൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും കോവിഡ് ബാധിച്ചതേയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇത് സമൂഹ വ്യാപനത്തിലൂടെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയായ ഈ സമയത്ത് പോലും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്ഥിതിഗതികളെല്ലാം മാറിയിരിക്കുകയാണ്. ഈ സമയത്തും അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ദൈവം എത്ര വിശ്വസ്തനാണ്. ഇതുപോലെ എത്രയോ കേസുകൾ പറയുവാനുണ്ട്. ഇത് നമുക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ദൈവമക്കളെ പരിപാലിക്കുന്ന വിധങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു കടപ്പാടുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവന് വേണ്ടി ദൈവത്തോട് യാചിക്കുവാനുള്ള ഒരു ബാധ്യസ്ഥത ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളത് തീർച്ചയായിട്ടും പാലിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തോടുള്ള യാചനയിലൂടെയും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളായ നാം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്തും ദൈവം അതിശയകരമായി അത്ഭുതകരമായി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. നമ്മുടെ സമയം വളരെ അതിക്രമിച്ചു. അതുകൊണ്ട് ഒരു ഗാനം കൂടി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഗസൽ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തന്നെ ഒരു കോമ്പോസിഷനാണ്. ഒരു ഗസൽ നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു. അത് ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ ആരും സഹായിക്കുവാനില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ ആ വ്യക്തിയുടെ അടുത്ത് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വന്നപ്പോൾ ആ വ്യക്തിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം അല്ലെങ്കിൽ അനുഭവം, അതാണ് ഈ ഗാനത്തിലൂടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ ആരും സഹായമില്ല എന്ന് തോന്നിയ സമയങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം കരുണാർദ്രമായി അടുത്തു വന്നു. കരളിലെരിയും കനലായി, മനസ്സിൽ നീറും തേങ്ങലായി, നിൽപ്പൂ ഞാൻ നിന്റെ മുൻപിൽ, പകരൂ നിൻ സാന്ത്വനം, കരുണാർദ്രമാം നിൻ തലോടലിൽ അലിയും എൻ നോവുകൾ. അതെ, മനസ്സിൻ്റെ നീറുന്ന തേങ്ങലായി, കരളിൽ എരിയുന്ന കനലായി അങ്ങയുടെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങയുടെ സാന്ത്വനം എനിക്ക് പകർന്നു തരുമോ? അങ്ങനെ പകർന്നാൽ കരുണാർദ്രമാം നിൻ തലോടലിൽ അലിയും എൻ്റെ നോവുകൾ. എൻ്റെ നോവുകളെല്ലാം, എൻ്റെ ദുഃഖങ്ങളെല്ലാം അങ്ങയുടെ കരുണാർദ്രമായ തലോടലിൽ അലിഞ്ഞു പോകും എന്നാണ് ഈ ഗസലിൻ്റെ അർത്ഥം. വളരെ മനോഹരമായ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു.
കരളും എരിയും കനലാ മനസ്സിൽ നീറും തേങ്ങലാ നിൽപ്പൂ നിന്റെ മുന്നിൽ പകരൂ നിൻ സാന്ത്വനം നിൽപ്പൂ നിന്റെ മുന്നിൽ പകരൂ നിൻ സാന്ത്വനം കരുണാദ്രമാ നിത്യലോടലിൽ അലിയും നോവുകൾ കരുണ